ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ DTPCയുടെ ഹോട്ടൽ സമുച്ചയം 2 വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. ഇതോടെ ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി ഹോട്ടൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾക്ക് കരുത്തേകുന്ന DTPCയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ കഴിഞ്ഞ 2 വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലുകളും തുടർന്നുണ്ടായ നിയമ നടപടികളും മൂലമാണ് ഹോട്ടൽ പ്രവർത്തനം നിലച്ചതെന്നാണ് ആരോപണമുയരുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതാ സംരംഭക DTPCയുമായി 9 ലക്ഷം രൂപയുടെ കരാർ അടിസ്ഥാനത്തിൽ സ്ഥാപനം ഏറ്റെടുത്തിരുന്നു. എന്നാൽ പിന്നീട് യാതൊരുവിധ കാരണവുമില്ലാതെ കരാർ റദ്ദാക്കി. തുടർന്ന് പുതിയ ടെൻഡർ നടപടികളിലേക്ക് DTPC കടന്നു. ഇതിനെതിരെ സംരംഭക കോടതിയെ സമീപിച്ച് സ്റ്റേ ഓർഡർ നേടിയെടുത്തു. മുൻ ഭരണകൂടത്തോടും പലതവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും ഹോട്ടൽ വീണ്ടും തുറക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പൊതുപ്രവർത്തകനായ PK ജയൻ പറയുന്നത്. ഇത് സ്റ്റേറ്റ് ഹൈവേയാണ്, അവർക്കെല്ലാം ഗുണകരമാകും. എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, പോളിടെക്നിക് ഉണ്ട്, കളക്ടറേറ്റ് ഉണ്ട്, മെഡിക്കൽ കോളേജുണ്ട്. ഇവർക്കെല്ലാം ഒരു നല്ല ഫുഡ് കഴിക്കാനും ഇരുന്ന് കഴിക്കാനുള്ളൊരു സംവിധാനം, ഒരു പ്ലാനോടുകൂടി, മാസ്റ്റർ പ്ലാനോടുകൂടി ജില്ലാ ആസ്ഥാന വികസനം ടൂറിസത്തിൽ കൂടി എന്നുള്ള രീതിയിൽ കണ്ടെത്തി 50 ലക്ഷം രൂപ മുടക്കി പണിതിരിക്കുന്ന ഈ സ്ഥാപനം നശിച്ചു പോകാതെ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ ഉള്ളൊരു സംവിധാനം ജില്ലാ ഭരണകൂടം ഇടപെട്ട് ചെയ്യണം. ഒരു അദാലത്ത് നടത്തുകയോ എന്തെങ്കിലും ചെയ്ത ഒരു സംവിധാനം ശാശ്വത പരിഹാരം കണ്ടെത്തണം. കാരണം ഈ മേഖലയിൽ ധാരാളം ആൾക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഇതങ്ങ് പൂട്ടിപ്പോയതോടുകൂടി ഈ മേഖല മൊത്തം കാട് പിടിച്ചതുപോലെയായി. തൊട്ടടുത്തുള്ള സ്ഥാപനത്തിന് കച്ചവടമില്ല, സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി, രാത്രിയായാലും ഒരു വെട്ടമില്ല. ഇതൊക്കെ നല്ല രീതിയിലൊരു മാസ്റ്റർ പ്ലാനോടുകൂടി ചെയ്താൽ ടൂറിസം ഹെഡ്ക്വാർട്ടറാണിത്. ജില്ലാസ്ഥാന മേഖലയുടെ ടൂറിസം വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന കേന്ദ്രമാണ് ഈ ഹോട്ടൽ എന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇടുക്കി, ചെറുതോണി അണക്കെട്ടുകൾ, കുയിലുമല, കാൽവരി മൗണ്ട്, പാൽക്കുളം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന സന്ദർശകർക്കും ഈ ഹോട്ടൽ ഉപകാരപ്രദമായിരുന്നു. പാറമാവ് ആയുർവേദ ആശുപത്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നീ സ്ഥാപനങ്ങൾക്ക് സമീപത്തായിരുന്നു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നിരവധി ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് സമീപത്തെ ചില വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലിനെ ആശ്രയിച്ചാണ് പ്രവർത്തിച്ചത്. ഹോട്ടൽ അടഞ്ഞതോടെ ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയിലായി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.